ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡെവലപ്പർ മാസ്റ്റർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൈമറിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ടൈമറിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടൈമർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഒരു കാര്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ടൈമർ ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് കൗണ്ട് ഡൗൺ കാണിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു ടൈം ഓരോ സെക്കൻഡിൽ അത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്ന രീതിയിൽ ഇൻക്രിമെൻ്റായി പോകണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ടൈമർ ഉപയോഗിക്കുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിനകത്ത് ടൈമർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന് സെറ്റ് ഇൻ്റർവെല്ലും ഒന്ന് സെറ്റ് ടൈം ഔട്ടും. ആദ്യമായി ഞാൻ സെറ്റ് ഇൻ്റർവെല്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെറ്റ് ഇൻ്റർവെൽ എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് സെറ്റ് ഇൻ്റർവെൽ, ഇതിന് രണ്ട് ആർഗ്യുമെൻ്റാണ് പ്രധാനമായിട്ടുണ്ടാവുക. ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ടൈം ആയിരിക്കും. ടൈം ഇപ്പോൾ നമ്മൾ മില്ലി സെക്കൻഡിലാണ് പറയുക. അപ്പോൾ മില്ലി സെക്കൻഡിലായിരിക്കും നമ്മൾ ടൈം പറയുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1000 എന്നുള്ള ടൈമാണ് ഇവിടെ ഞാൻ കൊടുക്കുന്നത്. അതിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഒരു സ്റ്റാറാണ് ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്യണത്. സ്റ്റാറാണ് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ സെക്കൻഡ് കൂടുമ്പോഴും നമുക്ക് ഈ സ്റ്റാർ റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കണം. ഇവിടെ ഫംഗ്ഷന് ബ്രാക്കറ്റ് ഇടണം. നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ഓരോ സ്റ്റാറുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇത് ഞാനിപ്പോൾ 1000 കൊടുത്തുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് വരുന്നത്. ഓരോ സെക്കൻഡ് കൂടുമ്പോൾ ഞാൻ എൻ്റെ ടൈം ഒന്ന് കുറച്ച് 100 ആക്കിയപ്പോൾ പെട്ടെന്ന് അത് വരുന്നുണ്ട് അല്ലേ. അതായത് അതിൻ്റെ 10ൽ 1 എന്ന് പറയുന്ന സമയം കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സ്റ്റാറാണ് ഡിസ്പ്ലേ ചെയ്തത്. ഇനിയിപ്പോൾ എനിക്കിവിടെ 1, 2, 3 അങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതിനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ഒരു വേരിയബിൾ ഇവിടെ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു ഐ എന്ന് പറയുന്നൊരു വേരിയബിൾ ഞാനിവിടെ സെറ്റ് ചെയ്തു. അതിനെ ഫസ്റ്റ് 1 ആക്കി 0 ആക്കി സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഐ പ്രിൻ്റ് ചെയ്തു. ഐ അവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യം ഐയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവണമല്ലോ. അതിനായിട്ട് ഞാനിവിടെ ഐ ഇൻക്രിമെൻ്റ് ചെയ്യാനായിട്ട് I++ എന്നുള്ളത് ഇവിടെ ഞാൻ കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതെ 0, 1, 2, 3, 4 അങ്ങനെ ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ഓരോ നമ്പറായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കേണ്ട അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല, ഇനിയിപ്പോൾ ഇതൊരു 1, 2, 3 എന്നുള്ളൊരു ടൈമറായിട്ടാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ 1, 2, 3 എന്നുള്ള കണ്ടിന്യൂസ് ഇങ്ങനെ വരാതെ ഒരു ടൈമറായിട്ടാണ് നമുക്ക് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനിവിടെ ഒരു H1 ടാഗ് യൂസ് ചെയ്യണം. H1 ടാഗിനകത്ത് ഇങ്ങനൊരു ID പറഞ്ഞു കൊടുക്കണം. ID ടൈമർ എന്നുള്ളൊരു ID ഞാൻ അതിന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് അത് ഞാൻ കളഞ്ഞിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID, ആ ID ഞാൻ ഇവിടെ കൊടുത്തു. ഡോട്ട് ഇന്നർ HTML. ഇതൊക്കെ നമ്മൾ സെലക്ടർ, കൊറി സെലക്ടർ, അതുപോലെ തന്നെ ഗെറ്റ് എലമെൻറ്റ് ബൈ ID അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കാണാം. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ ഈ ടൈമർ ഡോട്ട് ഇന്നർ HTML എന്ന് പറയുന്നതിലേക്ക് ഈ ഐ അസൈൻ ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 0, 1, 2, 3, 4, 5, 6 അങ്ങനെ ഓരോ സെക്കൻഡ് കൂടുമ്പോൾ ആ ടൈം ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇനി എനിക്കതൊരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ആവണമെന്ന് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നതിന് ഒരു വേരിയബിളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. വേർ സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു വേരിയബിളിലേക്ക് ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് ഞാനിവിടെ ക്ലിയർ ഇൻ്റർവെൽ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ഇൻ്റർവെൽ, അതിനകത്ത്
സ്റ്റോപ്പ് എന്ന് കൊടുക്കണം. ഇവിടെ നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല, എപ്പോഴാണ് സ്റ്റോപ്പ് ആവേണ്ടത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം. ഇവിടെ ഒരു കണ്ടീഷനായിട്ട് ഇഫ് ഐയുടെ വാല്യൂ ഈക്വൽ ടു 5, ഐയുടെ വാല്യൂ എപ്പോഴാണോ 5 ആവുന്നത് അപ്പോൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണം, ആ ഇൻ്റർവെൽ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ 4 വന്നപ്പോൾ സ്റ്റോപ്പ് ആയത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐയുടെ വാല്യൂ ഫസ്റ്റ് തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 4 വരുമ്പോൾ സ്റ്റോപ്പ് ആവും. നമ്മളിത് കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരെ വന്നിട്ട് സ്റ്റോപ്പ് ആവും. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് റൺ ചെയ്യാം. ഇപ്പോൾ എന്തായി 5 എത്തിയപ്പോൾ സ്റ്റോപ്പായി. ഇപ്പോൾ നമ്മൾ സെറ്റ് ഇൻ്റർവെല്ലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്തായിട്ട് സെറ്റ് ടൈം ഔട്ടിനെ കുറിച്ച് നോക്കാം. ടൈം ഔട്ട് നമുക്ക് പറയാനായിട്ട് ഞാനിവിടെ സെറ്റ് ടൈം ഔട്ട് എന്നുള്ളത് കൊടുക്കണം. ഇതും സെയിം സെറ്റ് ഇൻ്റർവെൽ പോലെ തന്നെയാണ്. ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 2 പാരാമീറ്റേഴ്സാണ്. ഒന്ന് ഫങ്ഷൻ, അടുത്തൊരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ടൈം. 1000 എന്നുള്ളത് ഞാൻ കൊടുത്തു. ഞാൻ എന്നിട്ട് അതിനകത്ത് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് സ്റ്റാർ ഇതൊന്ന് റീലോഡ് ചെയ്യാം. എന്തായി, ഒരു സ്റ്റാർ വന്നിട്ട് അവിടെ സ്റ്റോപ്പായി. അപ്പോൾ അതാണ് സെറ്റ് ടൈം ഔട്ടും സെറ്റ് ഇൻ്റർവെല്ലും തമ്മിലുള്ള വ്യത്യാസം. സെറ്റ് ഇൻ്റർവെല്ലാകുമ്പോൾ എന്താ കണ്ടിന്യൂസ് അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ആ സ്റ്റാർ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ ആകുമ്പോൾ എന്താ ഒരു പ്രാവശ്യം സ്റ്റാർ വന്നിട്ട് അവിടെ സ്റ്റോപ്പായി. അപ്പോൾ നമുക്കിതിൽ കണ്ടിന്യൂസ് സ്റ്റാറുകൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു ഫംഗ്ഷനകത്തേക്ക് നമ്മൾ എഴുതണം. അതിനായിട്ട് ഞങ്ങളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ നെയിം ടൈം ഔട്ട് തന്നെ ഞാൻ ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഫംഗ്ഷൻ നെയിം കൊടുത്തു. എന്നിട്ട് ഞാനിതിന് ആ ഫംഗ്ഷനകത്തേക്ക് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാനിവിടെ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യാം. ഇപ്പോൾ എന്ത് സംഭവിച്ചു, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല, അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടൈം ഔട്ടിനെ നമ്മൾ എവിടെയും കൂടെ കോൾ ചെയ്യണം. ഈ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഇതിൻ്റെ താഴെ, അതായത് സെറ്റ് ടൈം ഔട്ടിനകത്തുകൂടെ കോൾ ചെയ്യണം. അപ്പോഴാണ് ഓരോ പ്രാവശ്യം ഈ സെറ്റ് ടൈം ഔട്ടിനകത്ത് വരുമ്പോഴും വീണ്ടും എന്ത് ചെയ്യുള്ളൂ, ആ ഫംഗ്ഷനെ കോൾ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് റീലോഡ് ചെയ്യാം. എന്തായി, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ അത് വരാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ഇതാണ് സെറ്റ് ടൈം ഔട്ടും സെറ്റ് ഇൻ്റർവെല്ലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ടൈമറിനെ കുറിച്ചാണ്. ടൈമറിൽ നമ്മൾ രണ്ട് ടൈപ്പ് ടൈമർ പറഞ്ഞു, സെറ്റ് ഇൻ്റർവെല്ല് അതുപോലെ തന്നെ സെറ്റ് ടൈം ഔട്ട്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.